അങ്ങനെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അവനും രക്ഷപ്പെടുക. എനിക്ക് അങ്ങോട്ട് സഹിക്കുന്നില്ല, സത്യം പറഞ്ഞാൽ സഹിക്കുന്നില്ല. എനിക്ക് ദഹിക്കുന്നില്ല. ഞാൻ എന്നെ വീട്ടിൽ എന്താ പറയുക, ഇന്നലെ വരെ അവന്റെ കഥ നമ്മൾ കഴിഞ്ഞോണ്ടിരുന്നത്. നീ എന്താ നന്ദിയില്ലടാ അവന്, നന്ദിയില്ല. എടാ ഇന്നലെ അവസാന നിമിഷം ആ തിണ്ടി പറയുന്നത് ഞാൻ നാളെ കയറി പോവാണെന്ന്. ഞാൻ ഗൾഫിൽ പോയിട്ട് ഫോട്ടോയും വീഡിയോ ഒക്കെ ഇടുമ്പം വീട്ടിൽ അമ്മയോടും പെണ്ണുമ്പിള്ളടുത്ത് എന്താ പറയും, വല്ലപ്പോഴും അവന്റെ കാശിന് കഴിഞ്ഞോണ്ടിരുന്നേ എന്തോ പറയാന്ന് പറ. അറിയന്മാരെ നാളെ പോവല്ലേ? കുറച്ച് താമസിച്ചു പോയത്. ഞങ്ങൾ നോക്കിയിരിക്കുന്നു. നിങ്ങൾ എന്റെ ചങ്കല്ലേ, എനിക്ക് വേണ്ടി നിങ്ങൾ വെയിറ്റ് ചെയ്യുമെന്ന് എനിക്കറിയാം. ഇത് എന്റെ ഒരു ചെറിയ സന്തോഷം. അളിയ വന്നിട്ട് നോക്കാം നമുക്ക്. എന്റെ അളിയ, നീ ആ ഗൾഫിലൊക്കെ പോയി നമ്മളെ ഈ പച്ചപ്പും ഇതൊക്കെ കാണാൻ പറ്റൂല അളിയ. എന്ത് ചെയ്യാനാ, ജീവിതം ഭയങ്കര ബുദ്ധിമുട്ടാണ്, പോയല്ലേ പറ്റത്തുള്ളൂ. എന്നാലും ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമാണ്. ഇന്നലെ വരെ മഴക്കാലത്ത് ഈ കണ്ടത്തിൽ നിന്ന് ഞാൻ എന്തോരം മീൻ പിടിച്ചിട്ടുണ്ട്, എന്തോരം ചൂണ്ടയിട്ട് മീൻ പിടിച്ച സ്ഥലങ്ങളാണ്. ഇനിയിപ്പം ഞാൻ മരുഭൂമി പോയി എന്തിടാനാ? എടാ എല്ലാ ഞായറാഴ്ചയും നമ്മൾ ക്രിക്കറ്റ് കളിക്കുന്ന ഗ്രൗണ്ട് അതാണ്, കണ്ടില്ലേ? ഇതുപോലെ കണ്ടത്തിൽ അവിടെ കളി നടക്കുമോ? അറിയാം, വെള്ളിയാഴ്ച ദിവസം അവിടെ അവധിയാ. വെള്ളിയാഴ്ച ഫുട്ബോൾ കളിക്കും നമ്മൾ. എടാ ഈ കയ്യിൽ കൊടുത്തോണ്ട് കളിക്കാൻ പറ്റുമോ? അതിലേ ചിന്തിക്കേണ്ടത്. അത് പറ്റില്ല അളിയ. പിന്നെയാണ് ഇതിനെ കൂട്ടിട്ട് അതിന് പോകാൻ പറ്റുമോ? അറിയാ, അവിടെ ഒട്ടകമുണ്ട്. ഈ നാടിനെ പോലെ അവിടെ ഇല്ലളിയാ. അറിയാ, നിങ്ങളൊക്കെ പറയുന്നത് ശരിയാ. എനിക്കാണെങ്കിൽ പോകണമെന്നുമില്ല. എന്നാ പിന്നെ പോകണ്ട, അത്രയല്ലേ ഉള്ളൂ. നമുക്കിവിടെ എൻജോയ് ചെയ്യരുതോ? എടാ എന്നും കൂടുന്ന പോലെ കൂടാം, അതവിടെ നടക്കുമോ? നീ ഓർത്തോണം, അത് രാവിലെ വെളുപ്പിനെ എഴുന്നേറ്റ് നീ അവിടെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വൈകുന്നേരം 7 മണിയായാലും വീട്ടിൽ കയറാൻ പറ്റത്തില്ല. ഇത് നമുക്ക് തോന്നുമ്പോൾ ജോലിക്ക് പോയാൽ അളിയാ, നമുക്ക് ഇവിടെ അടിച്ചു പൊളിക്കാളിയാ. അളിയാ ഞാനെന്നാ പോകുന്നില്ലളിയാ, ഞാൻ ഇപ്പൊ തന്നെ പോയി ടിക്കറ്റ് ക്യാൻസൽ ചെയ്യാൻ പോവും. എനിക്ക് വയ്യ, പറ്റുന്നില്ലളിയാ. ശരി അളിയാ, ഞാൻ പോകുന്നില്ലല്ലോ, പിന്നെന്തിനാണ് ചെലവ്? അത് പോയി. എന്തായാലും ഇപ്പൊ ഒരു മനസ്സ് കൊള്ളളിയാ, നാളെ തൊട്ട് ജോലിക്കൊന്നും പോകണ്ട. ഞാൻ പേടിച്ചിരിക്കുക, നാളെ തൊട്ട് ഇവൻ പോയി ജോലിക്ക് പോകുന്നുണ്ടോ? വേറൊരു കാര്യമുണ്ട്, അവൻ രക്ഷപ്പെട്ട് ഇവിടെ വന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുമ്പം അത് ഓർക്കുമ്പോൾ എനിക്കത് ചിന്തിക്കാനേ പറ്റുന്നില്ല. എന്തായാലും നമ്മളെപ്പോലെ തെണ്ടിത്തിരിഞ്ഞ് അവനെയും കാണുമ്പോൾ കിട്ടുന്ന ഒരു സുഖമുണ്ടല്ലോ, അതൊരു വല്ലാത്ത വൈബാണ്.